ഹായ് ഓൾ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ അഷിതേൻ്റെ ഒരു കോള് പെട്ടെന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട്. സോ ഇന്നലെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ പോകണം എന്ന്. അപ്പോൾ ഞാൻ കേൾക്കേണ്ട താമസം പെട്ടെന്ന് റെഡിയായി, ബിക്കോസ് എനിക്കൊന്ന് ബാങ്കിൽ വരെ പോകണം. അപ്പോൾ ഈ കൂട്ടത്തിൽ അതും അങ്ങ് നടക്കുമെന്ന് കരുതി. എവിടെ പോകുന്നതെന്ന് ആക്ച്വലി എനിക്കറിയില്ല, എന്ന് അക്ഷയയിൽ പോകണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും നല്ല കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡാക്കാൻ നോക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് ഡെയിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ആക്കുന്നത്, ബിക്കോസ് എനിക്കങ്ങനെ സ്പെസിഫിക് കണ്ടൻറ്റ് ഇപ്പോൾ തൽക്കാലം വീട്ടിലായതുകൊണ്ടൊന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നെവർ മൈൻഡ്, അത് ഇവിടുത്തെ ചെറുക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് തരിക, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. അവിടെ ഇറങ്ങി നിന്നു ജാന്തേ എത്തിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വെള്ളോട്ട് ഇറങ്ങിയിരിക്കാം. പോവാം, ബാ. എങ്ങോട്ടാണ് പോകുന്നത്? അതാ നമ്മൾ രണ്ടുപേരും എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ വണ്ടീൻ്റെ ബാക്കിലിരുന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഒട്ടുമിക്ക വീഡിയോയിൽ ഈ ഒരു സീൻ കാണുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ആദ്യം ബാങ്കിലേക്കാണ് പോയത്. പെട്ടെന്നെല്ലാം തീർത്തിട്ട് ഇറങ്ങാമെന്ന് കരുതി, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. എന്നാൽ നമ്മളോട്ട് പോയ കാര്യം നടന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആട്ടെന്ന് കരുതി അങ്ങ് ഇറങ്ങി. നമ്മളേതോ DTP സെൻറ്റർ എന്നും പറഞ്ഞ് വന്ന് കയറിയതാണ്. ഇതിലിപ്പോൾ എവിടെയാണ് DTP? ഇതിനകത്തിൽ കൂടെയാണ് നമ്മളെ അത് തട്ടിക്കൊണ്ടുപോകും. ആ രീതിയിൽ നടന്ന് നമ്മളിപ്പോൾ എവിടെയോ വന്നെത്തി. പക്ഷെ ശരിക്കും ഇവിടെ റോഡുണ്ടായിരുന്നു. അഷിതേ, എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ചായ കുടിക്കാൻ പോയാലോ എന്നും പറഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. ഞാനിവിടെ നല്ല രീതിയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്നറിയത്തില്ല, കാറ്റ് മാത്രമേ കേൾക്കാനുള്ളൂ. പക്ഷേ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയെങ്കിലും അവസാനം നമ്മൾ എത്തിയത് ഷവർമ മേക്കറിലാണ്. ഇത് കറ്റാനത്തുള്ള ഷവർമ മേക്കറാണ്. ആക്ച്വലി ഞാനിവിടെ വന്നിട്ടില്ല, അഷിതയ്ക്കയുടെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ അവളുടെ വാക്ക് കേട്ടാണ് ഞാനിവിടെ വന്നിരുന്നത്. കടേനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു കട. അത് കാരണം ഞാനിങ്ങനെ കടേൻ്റെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ചെന്നത് കുറച്ച് നേരത്തെ ആയ പോലെ ഉണ്ട്, കാരണം അവർ ഷവർമ മേക്കിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയ ആൾക്കാരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അത് കാരണം നമ്മൾ മാത്രമായിരുന്നു ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മളപ്പോൾ ജസ്റ്റ് ബാങ്കിലൊക്കെ പോയി കുറച്ചൊക്കെ കറങ്ങാൻ പോയി, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇപ്പം എന്നിട്ട് നേരെ കച്ചാണ ഷവർമ മന്തിയിൽ വന്നിരിക്കുക. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പം പറഞ്ഞു എന്തോ നല്ല ഷവർമ ഉണ്ടെന്ന്. അപ്പോൾ ഒരു ഷവർമ കഴിക്കാൻ കരുതി. ഞാൻ ആക്ച്വലി പറഞ്ഞില്ല നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന്. അതിവനാണ്. ഞാനും ആകാശും അഷിതയും കൂടി ഒരുമിച്ച് പഠിച്ചാണ്. അതുകൂടാണ്ട് ആകാശും അഷിതയും കസിൻസാണ്. അപ്പോൾ ജസ്റ്റ് ഇവൻ ഇവിടെ ഉള്ള ഷവർമേൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയായിരുന്നു. നമ്മളെന്നിട്ട് ടർക്കിഷ് ഷവർമ ഓർഡർ ചെയ്തു. അത് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ഓർഡറൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ അതിനിടയിൽ കുറച്ച് ഫോണിലൊക്കെ കളിച്ച് ആ ടൈമിൽ ആകാശം നമുക്ക് കൊക്കക്കോള കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മളുടെ ഷവർമ വന്നു. ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങ് എടുത്തു. ഞാൻ ഏകദേശം 2 മാസത്തിന് മേളിലായി കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്ക് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഷവർമ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം ആ ഒരു ഗ്യാപ്പിന് ശേഷം കഴിക്കുന്നതിൻ്റെ. പിന്നെ ഇത് റൊമാലി റൊട്ടിയും കൂടിയായിരുന്നു. അപ്പോൾ സത്യം പറയാമല്ലോ, ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫില്ലിംഗ് ആയിരുന്നു അതിനകത്ത്. എന്താ പറയുക, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ ടേസ്റ്റ്. ഞാനിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. സത്യം നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യം ഇവിടെ വരുന്നത് അഷിത റെക്കമെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അഷിതനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചെറിയൊരു ചിരിയൊക്കെ വന്നു. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇവരുടെ ഫില്ലിങ്സ് ആയിരുന്നു. നമ്മൾ ഒരു ഷവർമ ഏകദേശം പകുതി ആയപ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവുന്നുള്ളൊരു ഫീലായിരുന്നു, കാരണം നല്ല ഫില്ലിങ്സ് ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഷവർമ. നമ്മൾ അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ കുറേ തവണ വന്നിട്ടുണ്ട്, അപ്പോൾ അവൾക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തത്. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി, കാരണം നമ്മൾ നോക്കുമ്പോൾ നല്ല ടൈം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അതേ അവസാനം വീട്ടിലേക്ക് എത്തി. കുറച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം വലിയ വീഡിയോ ഒന്നും അല്ല, കാരണം ജസ്റ്റ് ബാങ്കിൽ പോയി അവിടെ ഇവിടെയൊക്കെ പോയി കുറച്ച് സാധനം, പിന്നെ കുറച്ചൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.